അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 ചലഞ്ചർ ആയിട്ട് സാബുമോൻ എത്തുന്നു. ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. സാബുമോന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സീസൺ 1 എത്രത്തോളം കിടിലമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നത്. അപ്പൊ സാബുമോൻ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്, എന്നിട്ട് എന്താവും പൊളിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ പ്രാവശ്യം സാബുമോൻ ഒരു ചലഞ്ചർ എന്നുള്ള രീതിയിലല്ല, എനിക്ക് തോന്നുന്ന ഒരു ഗസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങോട്ടാണ്. അത് ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെയുള്ള ഹോട്ടൽ ടാസ്കിലെല്ലാം ഈ പറയുന്ന പുറത്തുനിന്ന് കണക്ക് കഴിഞ്ഞ സീസണുകളിലെ കണ്ടസ്റ്റൻസിനെ കയറ്റിയത് കുറച്ച് ഉറങ്ങിയിരിക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടിയും. അത് മാത്രമല്ല മാരാർ ഒഴിച്ച് വേറെ ആരും എന്താ പറയണ്ട പറയുന്നതിനും വേണ്ടി വലിയ ഗെയിമേഴ്സ് അല്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പഴയ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഒന്ന് ചലഞ്ചർ എന്നുള്ള രീതിയിലാണ് അത് കയറ്റിയത്. പക്ഷെ ഈ പ്രാവശ്യം ഭയങ്കര എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ള രീതിയാണെന്നാണ് പറയണത്. സാബുമോനൊക്കെ കയറ്റിയിട്ട് എന്തായാലും സംഭവം പൊളിക്കും. സാബുമോൻ വന്നു കഴിഞ്ഞാൽ ഒരു സീസൺ 1 ശേഷം ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നതാണ് സാബുമോനെ വീണ്ടും ഈ ഒരു ഷോയിൽ കാണാനും. അത് മാത്രമല്ല അന്ന് പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ആ ഒരു ഓളം ഭയങ്കരമായിരുന്നു. എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സീസണാണ് സീസൺ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനകത്തെ കണ്ടസ്റ്റൻസുകൾ മാത്രമാണ് ഇതുവരെയും ഈ പറയുന്ന പോലെ ഷോയിലൊന്നും വീണ്ടും തിരിച്ചു വരാത്തത്. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും എന്ന്. പക്ഷെ ജാസ്മിനും ഈ പറയുന്ന ജിൻഡോയ്ക്കൊക്കെ നല്ല മുട്ടം പണിയായിരിക്കും എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ഈ ഹോട്ടൽ ടാസ്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം എത്രത്തോളം ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യും വരുന്ന ഗസ്റ്റുകൾ എന്നറിയാം. കഴിഞ്ഞ പ്രാവശ്യം അറിയാം നമ്മുടെ രജിസാറ് കയറിയിട്ട് അത് നല്ലോണം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോടതിയുടെ ടാസ്കിൽ ചെന്നിട്ട് റിയാസും പൊളിഫിറോസും ഒക്കെ ചെന്നിട്ട് നല്ലതായിരുന്നു. അവർ അത്യാവശ്യം അവരെ കൊണ്ട് പെർഫോം ചെയ്യുന്ന രീതിയിലെല്ലാം അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഇതിനകത്ത് കുറെ ആൾക്കാർ വെറും വാഴകളായിട്ടിരിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ഇവരെയൊക്കെ കുത്തി ഇളക്കി എന്തെങ്കിലുമൊക്കെ പരിപാടി കാണിച്ചാലായിരുന്നു ഇത്തിരി കൂടെ നമുക്ക് കാണാനായിട്ടൊരു രസം വന്നേനെ ഈ ഒരു ഷോ. എനിവേ എന്തായിരിക്കും സാബുമോൻ ചെന്നിട്ട് കാണിക്കുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ഈ റിവ്യൂവേഴ്സിന്റെ ഒക്കെ അഭിപ്രായം നമുക്ക് നോക്കാം. സാബുമോൻ കയറി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലായോ? സാബുമോൻ വന്ന ഒരൊന്നൊന്നര വരവായിരിക്കും ആ സാധനം എന്ന് വെച്ചാൽ ഒന്നൊന്നര വരവായിരിക്കും. സാബുമോൻ ഇത്രയും സീസണിൽ കണ്ടതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥി ആരെന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കണ്ണു അടച്ചുകൊണ്ട് പറയും അത് സാബുമോനാണെന്ന് പറയും. ആരൊക്കെ എന്തൊക്കെ അതിന് മറ്റുള്ള അഭിപ്രായം പറഞ്ഞാൽ സാബുമോൻ അത് ആ ജീന് വേറെയാണ്. ആ നമ്മളെ എപ്പിസോഡ് അതായത് സീസൺ 1 കൃത്യമായിട്ട് കണ്ടിട്ടുള്ളവർക്കേ അറിയാൻ സാധിക്കത്തുള്ളൂ. സാബുമോൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു തലമാണ്. മനസ്സിലായോ? ഇതുവരെയായിട്ടും ഇത്രയും സീസണായിട്ട് കരഞ്ഞു കാണാത്ത ഒരു വ്യക്തിയാണ് സാബുമോൻ. ഇത്രയും നാളും കരഞ്ഞു കാണാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് സാബുമോൻ. കറക്റ്റാണ്. എന്തായാലും പുള്ളിക്കാരൻ വരട്ടെ. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് സാബുമോൻ ചെന്നിട്ട് ഭയങ്കര പൊളിക്കും എന്നുള്ള രീതിയാണ് എല്ലാവരും പറയണത്. പിന്നെ ഇനി ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകൾ ആരൊക്കെയാണ് ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. എനിക്ക് ഇതിൽ വേറെ കുറെ പേരുകൾ കേൾക്കുന്നുണ്ട്. ദിൽഷ, മണിക്കുട്ടൻ, സുരേഷ്, പിന്നെ റിനോഷ്, ഇത്രയും പേരുകൾ കേൾക്കുന്നുണ്ട്. സുരേഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സീസൺ 6 സുരേഷ് ആണോ അതോ ഇനി സീസൺ 1 മറ്റേ അരിസ്റ്റോ സുരേഷ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഡൗട്ട്. പക്ഷെ ഇത് ഈ ഞാൻ സാബുമോന്റെ പേര് പറഞ്ഞത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. പക്ഷെ ഇത്രയും പേരുകൾ നമുക്കൊരു 60-70% വെക്കാം. എന്തായാലും ശ്വേതാ മേനോന്റെ പേരൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അതും അത്ര കൺഫേംഡ് അല്ല. അപ്പൊ എന്തായാലും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും, ഓളമായിരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഭയങ്കര രീതിയിൽ ചലഞ്ചേഴ്സ് ആയിട്ട് വന്നിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് ഈ സേഫ് ഗെയിമേഴ്സിനെയൊക്കെ ഒന്ന് ഉണർത്തിയിട്ടുള്ള ഒരു കളിയാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതിനിപ്പം ഇവരിനി ഏത് രീതിയിലായിരിക്കും, ഏത് ട്രാക്കിലായിരിക്കും, ഭയങ്കര ഫണ്ണായിട്ട് എങ്ങാണോ ആണോ, ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കുവാണോ, ഇനി എന്തായാലും കൊള്ളാം. എന്തായാലും ഷോയുടെ റേറ്റിംഗ് എന്തായാലും വീണ്ടും ഭയങ്കര രീതിയിൽ ബാക്ക് ടു നോർമൽ ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. കാര്യം ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് പഴയ നമ്മളെല്ലാവരും ബിഗ് ബോസിനകത്ത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ വീണ്ടും കാണുന്നതിന്റെ ഒരു അവസരമാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെ ഇരിക്കുമെന്ന്. എന്തായാലും ജാസ്മിനും ജിൻഡോയ്ക്കൊക്കെ എതിരെ എങ്ങനായിരിക്കും ഇവർ കളിക്കാൻ പോകുന്ന ഒരു രീതി നമുക്കൊന്ന് കാണാം. ഗസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാലും ചലഞ്ചർ ആയിട്ട് വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ട് അതിനകത്ത് കൊണ്ടുവരണം. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ എങ്കിലേ ഒരു സുഖമുള്ളൂ. സത്യം പറയാല്ല ഭയങ്കര ബോറടിച്ചു തുടങ്ങി. ലൈവൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ല, വെറുതെ ആയി തുടങ്ങി. പക്ഷെ ഈ ഒരു കോൺട്രവേഴ്സി സമയത്ത് തന്നെ സാബുമോൻ കയറുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈപ്പായിരിക്കും. പ്രത്യേകിച്ച് അഖിൽ മാരാറുമായിട്ടുള്ള ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മാരാറും ഈ ഒരു ഷോയും തമ്മിൽ ഇപ്പം അത്യാവശ്യം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ചർച്ചയും വിഷയങ്ങളും കോൺട്രവേഴ്സിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ ഒരു പ്രാവശ്യം സാബുമോൻ കയറുമ്പോഴത്തേക്ക് മാരാറിന് തന്നെ ഒരു വലിയൊരു അടിയായിരിക്കും അത്. ശരിക്കും പറഞ്ഞാൽ മാരാറും സാബുമോനും കൂടിയായിരുന്നു കയറേണ്ടത്. പക്ഷെ മാരാർ ഇപ്പോൾ ഇത്രയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് അവരൊരു കാരണവശാലും മാരാറെ വിളിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.